ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അതില വ്ളോഗി ഗൈസ്. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? അയ്യോ മറന്നുപോയി. ഓർമ്മ വന്നു ഗൈസ്. ഇന്ന് നമ്മൾ ജിമ്മിലോട്ടാണ് ഗൈസ് പോകുന്നത്. സോ ജിമ്മിൽ പോകാൻ ഞാൻ ഇന്നലെ എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. ഇന്ന് അവൾ വരത്തില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് ഒരു ഇത് മാനേജ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. എപ്പോഴും നമ്മുടെ കൂടെ ആൾക്കാർ വേണം എന്നില്ലല്ലോ ഗൈസ്. നമ്മൾ ഒറ്റപ്പെട്ടും ജീവിക്കേണ്ടിയൊക്കെ വരും. സോ ഒറ്റപ്പെട്ടെന്ന് മീൻസ് ഒറ്റയ്ക്കും ഓരോ സ്ഥലത്ത് പോകേണ്ടിവരെയൊക്കെ വരും. സോ അതൊക്കെ നമ്മൾ എന്താണ് ധൈര്യത്തോടെ നേരിടുക, പോവുക. സോ മടിച്ചിരിക്കരുത് നമ്മൾ. എനിക്ക് പോകാൻ പറ്റത്തില്ല, ഒരാൾ കൂടി വേണം എന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് കളഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് പോകാൻ ശ്രമിക്കുക. സോ അതാണ് കാണിക്കുന്നത്. സോ ഇനി നമ്മൾ താഴെ പോയി ഷൂസ് എടുക്കണം ഗൈസ്. ഞാൻ ഈ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ സൗണ്ട് നല്ല ചേഞ്ചിങ്ങാണ്, നല്ല ഗാംഭീര്യമുള്ള സൗണ്ട് കയറി വരും. സോ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, കുറച്ച് കഴിയുമ്പോൾ നോർമൽ സൗണ്ട് വരും. അപ്പം ഇനി ഷൂസ് എടുക്കണം, വേ പ്രോട്ടീൻ എടുക്കണം, പിന്നെ ജിമ്മിലേക്ക് ഒന്ന് പെടണം. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജിമ്മിലെത്തിയിട്ടായിരിക്കും ഗൈസ്. എല്ലാം കൊണ്ടും എൻ്റെ ടൈം നല്ല ടൈമാണ്. ഞാൻ ഇറങ്ങിയത് 8:60 ഇപ്പോൾ 8:34 ആയി. സംഭവം എന്ന് പറയുന്നത് ഞാനിവിടെ ഇറങ്ങി വന്നപ്പം എല്ലാം എടുത്ത് വെച്ച് ഷൂസൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ വണ്ടിയില്ല ഗൈസ്, എൻ്റെ വണ്ടിയില്ല. സോ വാപ്പ എടുത്തുകൊണ്ട് പോയി. വാപ്പ ഇപ്പോൾ വിളിച്ചപ്പോൾ വാപ്പ പറഞ്ഞു ഇതാ വരുന്നു എന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ വാപ്പയെ വെയിറ്റ് ചെയ്തിരുന്ന് സ്നാപ്പിൽ കുറച്ച് എഫക്റ്റ് ഇട്ട് കളിക്കുവാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബോർ അടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എഫക്റ്റ് ഇട്ട് കളിക്കാം. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. പിന്നെ അതാ ഈ എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലാണ് വീഡിയോ എടുക്കുന്നത്. സോ നമ്മൾ ജിമ്മിൽ പോയി. സോ ഗൈസ്, നമ്മളങ്ങനെ ജിമ്മിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത് കയറാൻ പോവാണ് ഗൈസ്. സോ നമ്മൾ മാത്രമുള്ള ലിഫ്റ്റിൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് നല്ല പോലെ നിങ്ങളോട് പറയാം. സോ നമ്മളിതാ കയറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇന്ന് എനിക്ക് ലെഗാ ഗൈസ്. ഇനി ഞാൻ നാളെ റോബോട്ട് നടക്കുമ്പോൾ നടക്കും. സംഭവം നല്ല പെയിൻ കാരണം ലെഗ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ലെഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വർക്കൗട്ട് എനിക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ട് കാണിക്കാം ഗൈസ്. നമ്മൾ ജിമ്മിൽ കയറാൻ പോവാം. ഞാനപ്പോൾ ജിമ്മിൽ വന്ന് കയറി. എനിക്ക് ഫുൾ കാണിക്കാൻ പറ്റില്ല ഗൈസ്, ഐ എം സോ സോറി. സംഭവം നമ്മൾ അവിടെ വന്നപ്പോൾ ഫുൾ ആൾക്കാരായിരുന്നു. സോ അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നത് ശരിയല്ലല്ലോ. സോ അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ ആ സ്ഥിരം പ്ലേസിൻ്റെ അവിടെ വന്ന് നിൽക്കും. ഞാനിവിടെ നിന്നാണ് എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പാട്ട് നിർത്തി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു. പാട്ടിട്ട് കഴിഞ്ഞ് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതായിരിക്കും. പറയുന്നത് കേൾക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ നമ്മളിപ്പോൾ ലെഗിൻ്റെ വാമപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ലെഗ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് വാമപ്പ് ചെയ്യണം. സോ വാമപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെഗിൻ്റെ വർക്കൗട്ടാണ്. സോ ഞാൻ ഇനി വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലെഗിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. അതായത് ഇന്നത്തെ എൻ്റെ ലെഗിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. ഇത് നമ്മൾ 20 നമ്പേഴ്സ് വെച്ച് 3 സെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ പോക്ക് കണ്ടിട്ട് നാളെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഗൈസ്. നല്ല പിടിക്കുന്നുണ്ട് ഗൈസ്, നല്ല പിടിക്കുന്നുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എവിടെയാണ്, നമ്മൾ ഇതിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കി അവിടെ നോക്കി ഫോക്കസ് ചെയ്ത് നമ്മുടെ ബോഡി അവിടെ പിടിക്കണം എന്നാണ്. സോ അതുകൊണ്ടാണ് പിടിക്കുന്നത് ഗൈസ്. നല്ല ഇതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, കണ്ടല്ലോ നിങ്ങൾ. ഇനി അടുത്ത വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ടൈമാണ് ഗൈസ്. ജസ്റ്റ് ഞാനൊന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി. ആ മരങ്ങളും ആ കാറ്റും ഒക്കെ നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഓരോ വർക്കൗട്ട് കഴിയും തോറും, ഓരോ സെറ്റ് കഴിയും തോറും നമ്മൾ റെസ്റ്റ് എടുത്ത് ചെയ്യും. എന്നിട്ട് ഞാൻ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് കുറച്ച് പണിയുള്ള കാര്യമാണ് ഗൈസ്. ഇത് കുറച്ച് ഇതാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും ബൈസെപ്സിന് വർക്കൗട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലെഗ് ഫുൾ കഴിഞ്ഞതിന് ശേഷം ലെഗിൻ്റെ 4 വർക്കൗട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബൈസെപ്സ് തുടങ്ങി. ബൈസെപ്സ് ഇതാ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബൈസെപ്സ് ഞാൻ മെനിഞ്ഞാന്ന് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ബൈസെപ്സ് കൂടി ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇന്ന് ലെഗും ബൈസെപ്സും ആയിരുന്നു. സോ രണ്ടും കഴിഞ്ഞു. ഇനി ഞാൻ സ്ട്രെച്ച് ചെയ്തു. ഇനി ഷേക്ക് കുടിച്ചിട്ട് വീട്ടിൽ പോകുന്നതായിരിക്കും. ജിമ്മ് കാണിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് നേരത്തെയും കാട്ടി കുറച്ച് ആൾക്കാർ വന്നു ഗൈസ്. സോ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക വർക്കൗട്ട്. പിന്നെ ക്ലീനിങ്ങും നടക്കുക ഒരു സൈഡിൽ കൂടെ. സോ ഞാൻ പിന്നെ ഒരു ദിവസം പിന്നെ ഒരു വ്ലോഗിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് പ്രോട്ടീൻ ഗൈസ്. അപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തു. ഇന്ന് സെൽഫ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തതായിരുന്നു. സെൽഫ് വർക്കൗട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഇന്ന് കോച്ച് ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് കോച്ച് അത്യാവശ്യമായിട്ട് പോയി. കുറച്ച് ടയർഡായി. അങ്ങനെ കോച്ച് പോയി. ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിന്നാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ സെറ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് മുറുക്ക് പണികൾ നടക്കുക. ഐ മീൻ കുറച്ച് മെഷീൻസ് ടൈറ്റ് ചെയ്യാനുണ്ട്. സോ ടൈറ്റിങ് പരിപാടി നടക്കുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുതെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ എടുക്കുക. ഇനി നമ്മളിത് കുടിച്ചിട്ട് വീട്ടിൽ പോകുക. ഞാൻ ഒറ്റയ്ക്കാണ് എന്തുവാണ് നല്ല
രസമായിരുന്നു. വർക്കൗട്ട് ഒരു മടിയുമില്ല, പെട്ടെന്ന് ചെയ്തു. മറ്റേത് ഭയങ്കര ലാഗ്, ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കട്ട വർക്കൗട്ടായിരുന്നു ഗൈസ്. നൈസായിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ദിവസമായിരുന്നു. ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഡേ ആണ് ഗൈസ് ഇന്ന്. ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കാണിക്കാനിരുന്നു. ജിമ്മിൽ കുറച്ച് പണികൾ മെഷീൻസ് കുറച്ച് ടൈറ്റ് ആകുവാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും, കാരണം ആൾക്കാർ ഇത്രയും പേര് ചെയ്യുന്നതല്ലേ. സോ അത് കുറച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരാണ്. പിന്നെ ഇന്ന് എൻ്റെ ദിവസം വരുന്നത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇന്ന് പൊളി ദിവസം വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. എൻ്റെ വണ്ടി അതായിരിക്കുന്നു, പിന്നെ അങ്ങ് പോവുക. എന്തോ ഓർമ്മയാണെന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ പള്ളി കൊണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. പള്ളിയിൽ പ്രോഗ്രാം ഉണ്ട്, അവന് പള്ളിയിൽ പോകണമെന്ന്. ഹലോ ഗൈസ്, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കൊണ്ടാക്കിയിട്ട് ജിമ്മ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഗൈസ് എൻ്റെ അനിയൻ എന്നോട് പറയുന്നത്, എന്നെ ഒന്ന് പള്ളി വരെ ഡ്രോപ്പ് ചെയ്യാവോ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഡ്രോപ്പ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊരു വീഡിയോ കൂടി നീ എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുത്തു തരാം. അങ്ങനെ എടുത്തു തരുന്നതാണ് ഗൈസ് ഇത്. അവന് മടിച്ചൊന്നുമില്ല, അവൻ എടുത്തു തന്നു. പിന്നെ കൊച്ചുങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അവനും ഹാപ്പിയായി, ഞാനും ഹാപ്പി. സോ നമ്മളങ്ങനെ വീട്ടിൽ ലാൻഡ് ചെയ്തു. ഞാനിപ്പോൾ ഫ്രഷായി. അങ്ങനെ ഇന്ന് ലെഗിൻ്റെ വർക്കൗട്ട് ഞാൻ പറഞ്ഞില്ല, ലെഗായിരുന്നു. നാളെ ആകുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ചെയ്ത ഉടനെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴാണ്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് നമുക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. സോ ഇപ്പം ഫൈൻ, കുഴപ്പമില്ല. ചെയ്ത് വന്നതുകൊണ്ട്, അതായത് ഞാനിപ്പോൾ ലെഗ് ചെയ്യുന്നത് എത്രാമത്തെ വട്ടമാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഗൈസ്, എത്രയോ ആയി. ചെയ്ത് വന്നപ്പോൾ ആദ്യമൊക്കെ ചെയ്തപ്പോൾ അനങ്ങാൻ വയ്യായിരുന്നു, അപ്പോൾ ശരിയായി. സോ അപ്പോൾ ശരി ഗൈസ്, എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലും വ്ളോഗുമായിട്ടും ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ, ഞാൻ വേറെ ഒന്നും പറഞ്ഞിരണ്ട, നിങ്ങൾക്ക് എല്ലാം അറിയാം, കാരണം യൂട്യൂബ് കാണുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങളെല്ലാവരും. സോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബിലോ. ഓക്കെ, ബൈ.